ഹലോ, വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി. നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ട് തന്നെയാണ് ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ. എന്താ ചിലപ്പോൾ ഫുള്ളായിട്ട് എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാൻ എപ്പോഴും ഡേ ഇൻ മൈ ലൈഫ് എടുക്കുമ്പോഴും എനിക്ക് ഫുള്ളാക്കാൻ പറ്റാറില്ല കേട്ടോ. അപ്പോൾ എനിക്ക് വലിയ ഗ്യാരണ്ടി ഒന്നും പറയാൻ പറ്റില്ല. എൻ്റെ മൂഡ് പോലെ ഇരിക്കും കേട്ടോ. അങ്ങനെ ഞാൻ രാവിലെ തന്നെ മുറ്റടിച്ച് വരുന്ന പണി ഞങ്ങൾ ആദ്യം തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് ആദ്യം അതിലേക്കാണ് കേട്ടോ ഇറങ്ങിയത്. പിന്നെ ബാക്കിയുള്ള പണികളൊന്നും തീർന്നിട്ടില്ല എന്നല്ല കേട്ടോ അതിൻ്റെ അർത്ഥം. ഞാൻ ചോറും എല്ലാം അടുപ്പത്ത് വെച്ചിട്ട് തന്നെ വന്ന് ചോറൊക്കെ ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. നമ്മുടെ കിച്ചുവിന് ഇന്ന് ക്ലാസ്സൊക്കെ ഉണ്ടല്ലോ, ഒന്ന് വെള്ളിയാഴ്ചയാണ് കേട്ടോ. അപ്പോൾ അവന് ക്ലാസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, ചോറും കറികളും എല്ലാതും ആയിട്ട് തന്നെ ഇരിക്കണം കേട്ടോ. കറികളെന്ന് പറഞ്ഞില്ല, ചോറാവണുണ്ട്. പിന്നെ അവനിന്ന് എന്തെങ്കിലും ഉരുളക്കിഴങ്ങ് വറുത്തിട്ടോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തേക്കണം. കാരണം ഇന്നലെ മീൻകറിയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നമുക്ക് കൊടുത്തേക്കാൻ പറ്റില്ലല്ലോ മീൻകറിയൊന്നും. അപ്പോൾ അതുകൊണ്ട് അവന് ഉരുളക്കിഴങ്ങ് വറുത്തത് എന്തെങ്കിലും കൊടുത്തേക്കണം കേട്ടോ. അല്ലാതെ ഇപ്പോൾ ഹെവി ആയിട്ടുള്ള സാധനങ്ങളൊന്നും അവന് കൊടുത്തയച്ചിട്ടും കാര്യമൊന്നുമില്ല, തിന്നില്ലല്ലോ ചക്കൻ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ചെറുതായിട്ട് ലൈറ്റായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം. അതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഇപ്പോൾ സമയം ഒരു 6:30 7 മണിയൊക്കെ ആവണേ ഉള്ളൂ. ആ ഒരു സമയം തന്നെ ആയിട്ടുള്ളൂ കേട്ടോ. നമ്മുടെ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നുമല്ല, നേരെ അങ്ങോട്ട് എത്ര വെളുത്ത് വന്നിട്ടൊന്നും ഇല്ല കേട്ടോ. നേരം വെളുത്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ഇതിലാണ് കേട്ടോ നിൽക്കുന്നത്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മഞ്ഞും കാര്യങ്ങളൊന്നും ഇന്ന് അത്രയ്ക്കില്ല. തണുപ്പ് ചെറുതായിട്ടുണ്ട്, പക്ഷെ മഞ്ഞ് ഒട്ടും ഇല്ല എന്നല്ല, ചെറുതായിട്ടുള്ളൂ കേട്ടോ. നമ്മുടെ 2-3 ദിവസത്തെ മുന്നേ ഉള്ള വീഡിയോയിലുള്ള മഞ്ഞുണ്ടല്ലോ, അതുപോലുള്ള മഞ്ഞ് അങ്ങനെ നിൽക്കണമൊന്നുമില്ല. ഒരു 5 മണി 5:30 ആ സമയത്താണ് നല്ല മഞ്ഞ് കേട്ടോ. ഇപ്പോൾ കുറച്ചൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ്. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ തന്നെ മനസ്സിലാവേണ്ടായിരിക്കും. ചെറുതായിട്ട് അത് ഊരയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ ചെറുതായിട്ട് കണ്ടോ മങ്ങിയതുപോലെ, അങ്ങനെ ചെറുതായിട്ട് തന്നെ ഉള്ളൂ, അല്ലാതെ ഓവറായിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു നേരത്ത് മുറ്റടിക്കാനും ഒക്കെ പുറത്തേക്ക് ഇറങ്ങി തന്നെ. വലിയ സീനില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ നന്നായിട്ടൊരു പ്രകാശം വന്നിട്ടില്ല കേട്ടോ. ഒരു ചെറിയതായിട്ട് ഇരുണ്ടും കൊണ്ട് തന്നെ എപ്പോഴും നിൽക്കണ്. നന്നായിട്ട് നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ. 6 മണി 6:30 ആ ഒരു ടൈമൊക്കെ ആയിട്ട് തന്നെ ഉള്ളൂ കേട്ടോ ഇപ്പോൾ സമയം, അല്ലാതെ കൂടുതലൊന്നും ആയിട്ടില്ല. അപ്പോൾ മുറ്റടിച്ചു വാരൽ കഴിഞ്ഞപ്പോൾ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് പുറത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ നമ്മൾ വൈകുന്നേരത്ത് ഏട്ടൻ്റെ വീട്ടിലേക്ക് അങ്ങോട്ട് പോയ കാരണം കൊണ്ട് തന്നെ ഉണ്ടല്ലോ, ഞാൻ നേരത്തെ പോയിട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് കിച്ചു സ്കൂൾ വിട്ട് വന്നതും ഏട്ടൻ കുട്ടികളോട് അങ്ങോട്ട് വന്നതൊക്കെ. ഞാൻ വേറൊരു ആവശ്യത്തിന് വേണ്ടി പോയതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കിച്ചുവിൻ്റെ പാത്രമൊന്നും കഴുകിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ കൂടിയിട്ടാണ് കേട്ടോ ഇപ്പോൾ കഴുകണത്. എന്നാലും രാത്രി പിന്നെ വന്നപ്പോൾ ആ സമയത്ത് നല്ല മഴയും ഇടിയൊക്കെ ആയിരുന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ വൈകുന്നേരത്ത് മഴയാണ് കേട്ടോ ഇവിടെ. നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ അവിടെയൊക്കെ മഴ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. അങ്ങനെ ഞാൻ പാത്രം കഴുകലും എല്ലാം കഴിഞ്ഞിട്ട് അകത്തേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ കിഴങ്ങ് ഇരിക്കുന്നുണ്ടായിരുന്നു. കിഴങ്ങ് ഞാൻ വറുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അധികമൊന്നുമില്ല, ഒറ്റ ഒരെണ്ണം തന്നെ എടുക്കണുള്ളൂ കേട്ടോ. അതന്നെ അവന് ധാരാളം. അപ്പോൾ അങ്ങനെ കരിഞ്ഞ് കിഴങ്ങൊക്കെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അവനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം മതി കേട്ടോ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. അവനിപ്പോൾ വേറെ കറികളുടെ ഒന്നും പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല. ആൾക്ക് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ കഴിക്കാൻ. വെറുതെ ഇരുന്ന് കഴിക്കും കേട്ടോ അവൻ. അപ്പോൾ ചോറിൻ്റെ കൂടെ ആണെന്നുണ്ടെങ്കിലും കഴിക്കും. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയല്ലേ നല്ലത്. നമ്മുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കി കൊടുക്കുന്ന നേരം അവർക്ക് എന്താ ഇഷ്ടം എന്നുള്ളത് അത് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ മര്യാദയ്ക്ക് കഴിക്കുകയെങ്കിലും ചെയ്യും. അല്ലെങ്കിൽ പിന്നെ കഴിക്കൂല, ഒന്നുമില്ല, ഇങ്ങോട്ട് ബാക്കി കൊണ്ടുവരികയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ ഉരുളക്കിഴങ്ങ് കൊടുത്തേക്കേണ്ട ദിവസങ്ങളിലൊന്നും അവൻ ബാക്കി കൊണ്ടുവരാറില്ല കേട്ടോ. ഫുള്ളായിട്ട് കഴിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ. അവന് അത്രയ്ക്കും ഇഷ്ടമാണ് കേട്ടോ. 2 പേർക്കും ഇഷ്ടമാണ്. തുമ്പിക്കുട്ടിക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല കേട്ടോ, അവൾക്കും ഇഷ്ടമൊക്കെ തന്നെയാണ്. അങ്ങനെ ഉരുളക്കിഴങ്ങ് വറക്കലും അവൻ്റെ ലഞ്ച് ബോക്സും സ്നാക്സ് ബോക്സും ഒക്കെ ആക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാനിതാ യൂണിഫോമൊക്കെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതും കൂടി കഴിഞ്ഞിട്ട് വേണം അവരെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട്. രണ്ടാളും നീച്ചോട്ടെ. ഈ ഒരു സമയത്ത് നീച്ചിട്ടൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു സമയം 8 മണിയൊക്കെ ആവാറായിട്ടുണ്ട് കേട്ടോ. ഞാനെന്ന് പറയുമ്പോൾ എല്ലാം കറക്റ്റ് ടൈമിംഗ് ആണ് കേട്ടോ. എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഇന്ന സമയത്ത് ഇന്ന പണി ചെയ്യണം, അങ്ങനത്തെ ഒരു ഇതിലാണ്. ഞാനൊരു 7:45 ഞാൻ അയൺ ചെയ്യാതിരിക്കും. പിന്നെ ഒരു 8 മണിക്ക് ഇവരെ കുളിപ്പിക്കും. അവിടുന്ന് കുളിപ്പിച്ച് കഴിഞ്ഞാൽ രണ്ടാൾക്ക് ഫുഡ് കൊടുക്കും. 8:45 ആകുമ്പോഴത്തേനും കംപ്ലീറ്റ് കഴിയും. കാരണം 9 മണിക്ക് വണ്ടി, 8:55 വണ്ടി വരും കേട്ടോ, ബസ് വരും. അപ്പത്തിന് തീർക്കണ്ടേ എല്ലാതും. അപ്പോൾ അങ്ങനെ ഫുഡ് കൊടുക്കലും ധൃതി പിടിച്ചിട്ടൊക്കെ ഫുഡ് കൊടുക്കുക കേട്ടോ. അവരുടെ കളിക്ക് നിന്ന് അവർ ഫുഡൊന്നും നേരെ കഴിക്കൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ചീത്തയൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ കൊടുക്കുക. എന്നും ചീത്ത കേട്ടിട്ടാണ് അവർ ഭക്ഷണം കഴിക്കാറുള്ളത് കേട്ടോ. പിന്നെ കുട്ടികളെ പറഞ്ഞിട്ടും കാര്യമില്ല, നേരം വിളിച്ചാകുമ്പോൾ തന്നെ അവർക്കിങ്ങനെ വിശക്കൊന്നും ഇല്ലല്ലോ, അങ്ങനെ കുത്തി കയറ്റല്ലേ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, സ്കൂളിലേക്ക് പോകുമ്പോൾ ഭക്ഷണം കഴിക്കാതെ വെറും വയറോട് വിടാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ചീത്ത പറഞ്ഞാലും വേണ്ടില്ല എന്ന് വെച്ചിട്ട് ചീത്തയൊക്കെ പറഞ്ഞിട്ട് തന്നെ കൊടുക്കുക കേട്ടോ ഫുഡൊക്കെ.
അങ്ങനെ നമ്മുടെ കിച്ചുവിനെ ഞാൻ എന്താ പറയുക ബസ്സൊക്കെ കയറ്റി വിട്ടു. അവൻ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ഇവിടെയൊക്കെ ഒന്ന് തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചു. എനിക്കാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇങ്ങനെ പണികൾ ഇങ്ങനെ എന്ത് ജോലി ഉണ്ടെങ്കിലും അതിങ്ങനെ നീട്ടി കൊണ്ടുപോകണം എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. ഞാൻ ഒരു എന്തെങ്കിലും ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒക്കെ ആ സമയത്ത് ഒരുമിച്ച് തന്നെ ചെയ്യും. അതാണ് കേട്ടോ എനിക്കിഷ്ടം. അല്ലാതെ പിന്നെ തുടക്കൽ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യുക അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വെക്കണേ എനിക്ക് ഇഷ്ടമല്ല. എന്താ പറയുക ചെയ്യൂല കേട്ടോ. പിന്നെ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിലും അത് ചില ദിവസങ്ങളിൽ മടി പിടിച്ച ദിവസങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ എന്തെങ്കിലും ജോലി ചെയ്യാനായിട്ട് ഞാൻ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാതെ എനിക്കൊരു മനസ്സമാധാനം ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ അത് അടിക്കലും തുടക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ തുണികളൊക്കെ തിരുമ്പാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. ഇപ്പോൾ സമയം ഒരു 9 മണിയൊക്കെ ആയിട്ടേ ഉള്ളൂ കേട്ടോ സമയം. അപ്പോഴത്തേന് എൻ്റെ ചോറായി, തുണികൾ തിരുമ്പൽ കഴിഞ്ഞു, പിന്നെ അതുപോലെ തന്നെ തുടക്കൽ കഴിഞ്ഞു, പാത്രം കഴുകൽ കഴിഞ്ഞു, കുട്ടീനെ സ്കൂളിലേക്ക് പറഞ്ഞു വിട്ടു, എല്ലാതും കഴിഞ്ഞു കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ നീക്കിയ കാരണം ഇങ്ങനെയൊക്കെ കുറേ ഉപകാരങ്ങളുണ്ട് കേട്ടോ. നമ്മൾ എത്രത്തോളം മടി പിടിച്ച് നേരം വൈകിട്ട് നീക്കണോ അത്രത്തോളം നമ്മുടെ അന്നത്തെ ദിവസം ഫ്ലോപ്പായിരിക്കും. നമ്മൾ നേരത്തെ നല്ല എനർജിയോടെ നീച്ച് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം നല്ല അടിപൊളി ദിവസമായിരിക്കും കേട്ടോ ഉണ്ടാവുക. എൻ്റെ ഒരു അനുഭവം കൊണ്ട് ഞാൻ പറയുകയാണ് കേട്ടോ. ഞാൻ നേരത്തെ നീക്കണ കാലം കൊണ്ട് തന്നെ എൻ്റെ ജോലികൾ എല്ലാം പെട്ടെന്ന് തീരും ചെയ്യും. എനിക്ക് കുറച്ച് കഴിഞ്ഞാൽ മനസ്സമാധാനത്തോടെ ഇരിക്കുക, അല്ലെങ്കിൽ കുറച്ച് നേരം കിടക്കുക, ഉറങ്ങുക, അതൊക്കെ ചെയ്യാം കേട്ടോ. അപ്പം അതും കൂടി വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇനി എന്താ പറയുക തുമ്പിക്കുട്ടീനെ കൊണ്ടാക്കാനുണ്ട്. ഈ ഒരു സമയത്ത് എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഞാൻ നേരത്തെ കുളിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ടൊക്കെയാണ് ഞാൻ മുറ്റടിക്കാനൊക്കെ ഇറങ്ങിയത്. ഇന്ന് എന്ത് പറ്റണോ നേരത്തെ കുളിച്ചിട്ടുണ്ട് ഞാൻ. അല്ലെങ്കിൽ നേരത്തെ കുളിക്കില്ല കേട്ടോ. എന്താ ഈ ഒരു സമയത്ത് തിരുമ്പൽ കഴിഞ്ഞിട്ടാണ് ഞാൻ കുളിക്കാറുള്ളൂ. ഇന്നൊക്കെ എന്ത് തോന്നിയാണോ നേരത്തെ കുളിക്കണം തോന്നി, ഞാൻ പോയി കുളിച്ചു, അത്ര തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് അങ്ങനെ തുണികൾ തിരുമ്പലൊക്കെ കഴിഞ്ഞ്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരു ട്വിസ്റ്റ് വരാനുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുണികൾ തിരുമ്പി ഊരി പിഴിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ ഇപ്പോൾ. അത് കഴിഞ്ഞിട്ട് എൻ്റെ കയ്യിൽ നിന്ന് മറ്റേ ഈ തുണികളുടെ ഈ പാത്രം ഉണ്ടല്ലോ അതത് ചാടി ഇട്ടോ നിലത്തേക്ക്. അത് പൊട്ടുകയാണ് കേട്ടോ ചെയ്തത്, അതിൻ്റെ വക്ക് പൊട്ടി. അങ്ങനെ ഞാനത് വീണ്ടും ഊരി പിഴിഞ്ഞ് 2ാം പണിയായി കേട്ടോ. എന്താ പറയുക, ഇത്ര നേരം ഡയലോഗ് അടിച്ചിരുന്നിട്ട് വീണ്ടും 2ാം പണിയായിട്ട് എനിക്ക്. കാരണം അതിപ്പോൾ എൻ്റെ കുഴപ്പം കൊണ്ടല്ല, പാത്രത്തിൻ്റെ കുഴപ്പമാണ് കേട്ടോ. പാത്രത്തിൻ്റെ വക്കാണ് കേട്ടോ പൊട്ടിയത്. അല്ല എൻ്റെ കുഴപ്പമുണ്ട്, ഞാൻ ആ വക്കിൽ പിടിച്ച കാരണം കൊണ്ടാണ്. അങ്ങനെ അതും പൊട്ടി. വീണ്ടും 2ാം വട്ടം ഇരട്ടിപ്പണിയാവുകയും ചെയ്തു. 2ാം വട്ടം ഊരിപ്പിഴിയലും ഒക്കെ കഴിഞ്ഞിട്ട് ഇതാ വീണ്ടും തുണികളൊക്കെ ഒന്ന് ഉണക്കാനിട്ടു. ഓവർലോഡായ കാരണം കൊണ്ടാണ് കേട്ടോ. എനിക്കാണെന്നുണ്ടെങ്കിൽ എന്നും ഓവർലോഡാണല്ലോ തുണികൾ തിരുമ്പ. ഡെയിലി തുണികൾ തിരുമ്പുണ്ടെങ്കിലും ഒരു ലോഡ് ഉണ്ടാവും കേട്ടോ എന്നും. ഈ കുട്ടികളും ഇങ്ങനെ 150 മാറ്റി മറിച്ചിട്ടിടും. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ 2 നേരത്തെ കുളിയും കാര്യങ്ങളും അതൊക്കെ അല്ലേ. പിന്നെ അങ്ങനെ തുണി ഇല്ലാതിരിക്കുക തിരുമ്പാൻ. അങ്ങനെ ഇതാ തുണികൾ തിരുമ്പലും ഒക്കെ കഴിഞ്ഞു. തുമ്പിക്കുട്ടീനെ ഒന്നും ഞാൻ കൊണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഒന്ന് കൊണ്ടാക്കണം തന്നെ വിചാരിച്ചത്, പിന്നെ കൊണ്ടാക്കിയില്ല. എനിക്ക് ചളവറയ്ക്കൊക്കെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അവൾ വരുമ്പോഴത്തേക്ക് ഞാൻ ചിലപ്പോൾ വന്നില്ലെങ്കിലും ഒന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ അവളെ പിന്നെ കൂടെ കൂട്ടിയത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ബാങ്കിലേക്കൊക്കെ പോകാനുണ്ട്. കാരണം നമ്മുടെ കിച്ചുവിൻ്റെ ഫീസൊക്കെ അടയ്ക്കണം. അപ്പോൾ ബാങ്കിലേക്ക് പോകണം. അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ പോണതിന് 12:30 ആ ഒരു സമയത്താണ് കേട്ടോ ഇപ്പോൾ പോണത് തന്നെ. അപ്പോൾ ഞാൻ അവൾ വരുമ്പോഴത്തേനും ചിലപ്പോൾ വന്നിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് അവളെയും കൂടെ കൂട്ടിയത്. അപ്പോൾ നമ്മുടെ കുരങ്ങന്മാർ വന്നിട്ടുണ്ട് കേട്ടോ. ഇവർ വന്നു കഴിഞ്ഞാൽ പിന്നെ പറയണ്ട കേട്ടോ, ഇവിടെ തകർത്ത് വാരി ആറാടിയിട്ടാണ് അവർ പോവുള്ളൂ. അപ്പോൾ അവരെന്തെങ്കിലുമൊക്കെ അവിടെ കാട്ടിക്കോട്ടെ. നമ്മൾ കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ സേഫായിട്ട് എടുത്ത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പോണത്. അല്ലെങ്കിൽ വരുമ്പോൾ തന്നെ ഒരു വറ്റ് പോലും കിട്ടില്ല കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ ബസ്സൊക്കെ കയറാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ അവിടെ നിന്ന്. അങ്ങനെ ഞാൻ ചളവറയൊക്കെ പോയി വന്ന് കുറച്ച് നേരം കിടന്നു. ഉറങ്ങിയൊന്നുമില്ല, കുറച്ച് നേരം റെസ്റ്റ് എടുത്തു കേട്ടോ. ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം കിടന്നു കേട്ടോ. പിന്നെ കറിയൊന്നും വെക്കാനായിട്ട് ഉണ്ടാകുന്നില്ല. കാരണം ഇന്നലത്തെ മീൻകറി ഇരിക്കണ കാരണം കൊണ്ട് തന്നെ കറിയൊന്നും വേറെ വെക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാകുന്നില്ല കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്തു കേട്ടോ. തുമ്പിക്കുട്ടി കുറച്ച് നേരം കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്തു. ഞാൻ ഉറങ്ങിയൊന്നുമില്ല. എനിക്ക് കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, വീഡിയോസ് എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അതും ചെയ്തിട്ട് ഇങ്ങനെ കടന്നു. അപ്പത്തിന് പിന്നെ 3:30-4 മണിയൊക്കെ ആയി. ഞാൻ വീണ്ടും എന്താ പറയുക എൻ്റെ ജോലികളിലേക്ക് തന്നെ കടന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ടോ ഈ കവറുകളൊക്കെ ഇങ്ങനെ ആകെ നിരന്ന് കിടക്കുകയാണ് കേട്ടോ. നിരന്ന് കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല, വണ്ടി ഹോൺ അടിച്ച് പോയിട്ടാണെങ്കിലോ ഇതിൻ്റെ ഇടയിൽ കൂടെ എന്താ പറയാൻ വന്ന് മറന്നു കേട്ടോ ഞാൻ. അപ്പോൾ അങ്ങനെ എന്താ പറയുക ഈ ഒരു കവറിലാണ് കേട്ടോ ഞാൻ പ്ലാസ്റ്റിക് കവറുകളൊക്കെ സൂക്ഷിച്ച് വയ്ക്കാറുള്ളത്. എന്തെന്ന് ഹരിത കർമ്മസേന ഉണ്ടല്ലോ അവർക്ക് കൊടുക്കാനുള്ള കവറാണ് കേട്ടോ ഈ ഒരു വലിയ കവറിലുള്ളത്. അപ്പോൾ അത് നിറഞ്ഞ കാരണം കൊണ്ട് ഞാനൊക്കെ പുറത്ത് കൂടെ വെച്ചിരിക്കുക. ഈ പുറത്ത് തന്നെ ഈ സംഭവത്തിൻ്റെ ഉള്ളിൽ എല്ലാം കൂടി വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അതാകെ വൃത്തികേടായിട്ട് നിരന്ന് കിടക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ പറയുക ഒക്കെ ഈ കവറിലേക്ക് തന്നെ ആക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല കേട്ടോ, കുരങ്ങന്മാർ വന്നിട്ട് ഒരു തട്ടിമറിച്ചിടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ആകെ പരന്നിട്ടാണ് കിടക്കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി ഞാൻ വീണ്ടും കവറിൻ്റെ മേലേക്ക് തന്നെ വെച്ചിട്ടുണ്ട്. അവരാണെന്നുണ്ടെങ്കിൽ ഈ മാസം വന്നിട്ടില്ല കേട്ടോ, വരാറായിട്ടൊക്കെ ഉണ്ട്. അവർ 20 തീയതി കഴിഞ്ഞിട്ടേ വരുള്ളൂ തോന്നുന്നു. അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്നിട്ട് എന്തായാലും അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയതല്ലേ, അല്ല കവറുകളൊക്കെ എടുത്ത് മാറ്റിയതല്ലേ, എന്നാൽ അവിടെ അടിച്ചു വാരിയിട്ടും കൂടി ഇടാമെന്ന് വിചാരിച്ചു. ഇവിടെ അടിച്ചു വാരിയിട്ട് വലിയ കാര്യമൊന്നുമില്ല കേട്ടോ, ഇങ്ങനെ പൊടി വീണ്
ക്ഷീണം കൊണ്ട് തന്നെ ഇരിക്കും, ആകെ മനുഷ്യൻ്റെ ഭ്രാന്ത് പിടിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അങ്ങനെ അവിടെ അടിച്ചു വാരലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തുമ്പിക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ കണ്ടില്ലേ, അവരുടെ നിങ്ങളെല്ലാ വീഡിയോസിലും ശ്രദ്ധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഞാൻ അടിച്ച് വരുമ്പോൾ അവർ അതിൻ്റെ ഇടയിലുണ്ടാവും, കിച്ചാണെങ്കിലും തുമ്പിയാണെങ്കിലും അതിൻ്റെ ഇടയിൽ അവരുണ്ടാവും എന്തായാലും കേട്ടോ. അപ്പോൾ അവളിങ്ങനെ പൊടിയിൽ ചവിട്ടി നിൽക്കണം, എൻ്റെ കാലിൻ്റെ അടിയിൽ പൊടിയായി അമ്മ ചൂലും കൊണ്ട് നാക്കി താഴെ പറഞ്ഞപ്പോൾ ഞാൻ വെറുതെ നാക്കി കൊടുത്താണ് കേട്ടോ. എന്നാൽ ഞാൻ കയറിയിരിക്കും പറഞ്ഞാൽ കേൾക്കില്ല കേട്ടോ അവൾ. അപ്പോൾ അവൾ ചെരുപ്പൊക്കെ ഇട്ടിട്ട് വന്നിട്ട് വീണ്ടും പുറത്തേക്ക് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അവർ അങ്ങനെ തന്നെയാണ് കേട്ടോ. ഞാൻ എന്തെങ്കിലും പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ കടന്ന് തിരിഞ്ഞും കൊണ്ടിരിക്കും കേട്ടോ. അത് അവരുടെ ഒരു സ്വഭാവമാണ്, രണ്ടാളും അങ്ങനെ തന്നെയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ കടന്ന് തിരിഞ്ഞും കൊണ്ടിരിക്കില്ല, അവർക്കൊരു രസം, അല്ലാണ്ട് എന്ത് പറയുന്നത്. അങ്ങനെ ഞാനിവിടെയൊക്കെ ഒന്ന് പൊടികളൊക്കെ ഇട്ടല്ലേ, അപ്പോൾ അത് കണ്ടോ അതോടൊക്കെ ഒന്ന് അടിച്ചു വാരി. അതിന് ശേഷം നമ്മുടെ ബാക്ക് വശം, നമ്മുടെ എന്താ പറയുക, ഈ ബാക്ക് വശം ഉണ്ടല്ലോ, അവിടുത്തെ കഴുക്കോലും കാര്യങ്ങളൊക്കെ പൊട്ടിച്ചാടിയിട്ടൊന്ന് ഇന്ന് രാവിലെ ഉണ്ടോ ഞങ്ങൾ കണ്ടത്, ആകെ പൊട്ടിച്ചാടി തൂങ്ങിയിട്ടുണ്ട് നിൽക്കണം. അപ്പോൾ ഈ പട്ടികയും കാര്യങ്ങളൊക്കെ ഇപ്പുറത്തേക്ക് ഏട്ടൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, ഓടുകളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഓടുകളൊക്കെ ഏട്ടൻ മാറ്റി വെച്ചു, പട്ടികയൊക്കെ ഇങ്ങോട്ട് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഞാൻ മേലേക്കൊന്ന് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇനി കത്തിക്കാനേ പറ്റുള്ളൂ കേട്ടോ. അതൊക്കെ ആകെ ദ്രവിച്ചടക്കണു, ചെതിലൊക്കെ നിന്നിട്ട് ആകെ ദ്രവിച്ചടക്കണു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇനി കത്തിക്കാനേ പറ്റുള്ളൂ. ഒക്കെ മാറ്റിയിട്ടിട്ടുണ്ട്. അതിന് ശേഷം ഞാനിത് അവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ആ ഒരു പുറം മാത്രം അടിച്ചു വരിയിട്ടുള്ളൂ കേട്ടോ. ഇന്ന് നമ്മുടെ മുറ്റം കണ്ടിട്ടില്ലല്ലോ, മുറ്റം അടിച്ചു വരാണ്ട്. മുറ്റം കണ്ടു കഴിഞ്ഞാൽ പൂരപ്പറമ്പ് ഇതിലും വൃത്തിയുണ്ടാവും കേട്ടോ. അതിന് മീതാക്കിയിട്ടാണ് ഇട്ടിരിക്കുന്നത് കുരങ്ങന്മാർ. മുറ്റടിക്കാനൊക്കെ ഉണ്ട്. അപ്പത്തിന് ആകമൊക്കെ ഒന്ന് അടിച്ചു വാരി പുറത്തേക്ക് ആക്കിയതിന് ശേഷം അവിടുത്തെ അകത്തുള്ള എന്താ പറയുക പൊടിയും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് ആക്കിയതിന് ശേഷം മുറ്റടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ അകത്തും അത്യാവശ്യം പൊടി ഉണ്ടായിരുന്നു. എന്താ പറയുക, ഞാൻ ചെതലൊക്കെ വീണിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചെതൽ തട്ടാനൊക്കെ ഉണ്ട്. ഞായറാഴ്ച വേണം, ഏട്ടൻ ലീവാണ് ഞായറാഴ്ച. അപ്പോൾ അന്നത്തെ ദിവസമാണ് ചെതൽ തട്ടൽ കാര്യങ്ങളൊക്കെ. കാരണം ഏട്ടൻ 20-ാം തീയതി മുതലാണ് തോന്നുന്നു നോമ്പെടുക്കണത്. കറക്റ്റായിട്ട് ഏട്ടനെ ഉറപ്പില്ല കേട്ടോ. അങ്ങനെ എന്താ പറയുക, മുറ്റത്തേക്ക് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. എന്താ പറയുക, മുറ്റം കണ്ടില്ലേ, രാവിലെ അടിച്ചു വാരിയ മുറ്റാണ് കേട്ടോ. എനിക്ക് വൈകുന്നേരത്ത് ഈ മുറ്റടിക്കേണ്ട പണിയൊന്നും എനിക്ക് അധികം ഉണ്ടാവാറില്ല. എന്നാലും ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിന് ഞാൻ അടിച്ചു വാരി തന്നെ ചെയ്യാറുള്ളത്. പക്ഷെ ഇത് കണ്ടോ, ആകെ നാരങ്ങ പൊട്ടിച്ചിട്ടിട്ടും ചപ്പുകളും, അവർ നാരങ്ങ ഈ സംഭവം തിന്നിട്ട് അതിൻ്റെ വേസ്റ്റ് ഇട്ടിട്ടും എന്താ പറയുക, അങ്ങനെ വൃത്തികേടായിട്ട് ആകെ ഒരുമാതിരി അലമ്പായിട്ടാണ് കേട്ടോ കിടക്കണം. അതാ ഞാൻ പറഞ്ഞത് പൂരപ്പറമ്പ് ഇതിലും വലിയ വൃത്തിയിലാണ് കിടക്കുകയെന്ന്. അപ്പോൾ കണ്ടില്ല, ആകെ അലമ്പായിട്ടിട്ട് ഇരിക്കുന്നു കേട്ടോ. എനിക്ക് ദേഷ്യം വന്നിട്ടാണ് സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ മുറ്റടിച്ച് കൊണ്ടിരിക്കുന്നത്. ഞാൻ കുരങ്ങന്മാരുടെ ഒക്കെ പ്രാഗിയിട്ടൊക്കെയാണ് കേട്ടോ മുറ്റടിക്കണേ. കാരണം ഒട്ടുക്കത്തെ ശല്യമാണ് കേട്ടോ അവറ്റുകൾ വന്നു കഴിഞ്ഞാൽ. അയ്യോ, എന്താ മൊത്തത്തിൽ നശിപ്പിച്ചിട്ടായിട്ട് പോവുള്ളൂ കേട്ടോ. തേങ്ങ ഇളനീരൊക്കെ ഇട്ട് നിരത്തിയിട്ടുണ്ട് കേട്ടോ. അത് കൂടെ കണ്ട നമ്മുടെ ഈ മുറ്റം കണ്ടില്ല, ഈ പടിഭാഗം കണ്ട ഇലകൾ വീണിട്ട് ഇങ്ങനെ ആവാറില്ല കേട്ടോ. ഈ കുരങ്ങന്മാർ വരുമ്പോൾ മാത്രമാണ് ഇങ്ങനെ വൃത്തികേടായിട്ട് കിടക്കുള്ളൂ കേട്ടോ. എനിക്ക് വയ്യാത്ത കാരണം ഞാൻ ഇവിടെ അടിക്കായിരുന്നു, ഉമ്മറ മാത്രം ഞാൻ അടിച്ചു വാരിയിട്ടുള്ളൂ. അപ്പോൾ ഏട്ടന് വർക്ക് ഉണ്ട് കേട്ടോ. ഏട്ടൻ തൊട്ടടുത്ത് തന്നെ വർക്ക്, അത് കാരണം വണ്ടിയൊന്നും കൊണ്ടുപോകാതിരുന്നത്. അങ്ങനെ രാത്രി ഒരു 6 മണിയൊക്കെ ആവണേ ഉള്ളൂ കേട്ടോ. കണ്ട ഇരുട്ടായിട്ടുണ്ട്. ഞങ്ങൾ ചെറുപ്പശ്ശേരിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇരുട്ട് കണ്ടിട്ട് ആരും വിചാരിക്കേണ്ട 6 മണിയൊന്നും അല്ലല്ലോ എന്ന് വിചാരിക്കേണ്ട കേട്ടോ. സമയം 6 മണിയൊക്കെ ആയിട്ടേ ഉള്ളൂ. എന്താ മഴക്കാറൊക്കെ ഉണ്ട്, നല്ല മഴക്കാറൊക്കെ കാരണം കൊണ്ടാണ് കേട്ടോ അങ്ങനെ തോന്നണത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ പകുതിക്കുന്ന വണ്ടി നിർത്തി, കാരണം അവിടേക്ക് നല്ല ബ്ലോക്കാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയില്ല, വണ്ടി ഇവിടെ നിർത്തിയിട്ട് കടയിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട്. വേറെ ഒന്നിനല്ല, നമ്മുടെ തുമ്പിക്കുട്ടിക്ക് ഒരു ഫ്രോക്ക് അടിക്കാൻ വേണ്ടിയിട്ട് ഈ ട്രഡീഷണൽ മോഡൽ ഫ്രോക്ക് ഉണ്ടല്ലോ, അത് തയ്ക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക, തുണി എടുക്കാൻ വേണ്ടി വന്ന ടിഷ്യൂവിൻ്റെ ക്ലോത്ത് ഉണ്ടല്ലോ, അത് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നതാണ് കേട്ടോ. ഒരുപാട് ഡിസൈനുള്ള എന്താ ടിഷ്യൂ ക്ലോത്ത് അല്ല എടുക്കണത്, പ്ലെയിൻ ആയിട്ടുള്ളതാണ് കേട്ടോ എടുക്കുന്നത്. നമ്മൾ അജറക്കിൻ്റെ ക്ലോത്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, അതും ഇതും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് തയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് ഈ ഡിസൈനുള്ളതൊന്നും വൃത്തി ഉണ്ടാവില്ല, നല്ല പ്ലെയിൻ ആയിട്ടുള്ള തന്നെ വേണ്ട കേട്ടോ. പക്ഷെ അത് കിട്ടിയിട്ട് എനിക്ക് മീറ്ററിന് 165 രൂപയാണ് ഇട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു 1.5 മീറ്റർ അങ്ങനെ എടുത്തു. അങ്ങനെ ഞങ്ങളിതാ നേരെ വീട്ടിലേക്ക് ഇനി പോവാണ് കേട്ടോ. ഇനി വേറെ പരിപാടികളൊന്നും ഇല്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.